രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ വലഞ്ഞ് കോൺഗ്രസ്. പരാതികൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനാണ് തീരുമാനം. രാഹുലിനെതിരെ മുൻപ് വന്ന പരാതികൾ വി.ഡി. സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ളവർ നിസ്സാരമായി കണ്ടുവെന്ന് ഒരു വിഭാഗം നേതാക്കൾ വിമർശിക്കുന്നു. പരാതികൾ ഇപ്പോൾ പുറത്തുവരാൻ കാരണം പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളാണ് എന്ന് കരുതുന്നവരുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് നേതൃത്വം തള്ളി. പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് LDFും BJPയും. വിശദാംശങ്ങളുമായി സലിം മാലിക്കും ശ്രീജിത്ത് ശ്രീകുമാരനും. ആദ്യം സലിം മാലിക്കിലേക്ക്. സലിം, ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. തൽക്കാലം MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നേതൃത്വം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുൻകാല അനുഭവങ്ങൾ അത് CPIM ഉൾപ്പെടെയുള്ളത് ഉണ്ടാക്കി അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടൊക്കെയുള്ള പ്രതിരോധം തീർക്കുക എന്നതാണ്. നിലവിൽ എന്താണ് നേതൃത്വത്തിന്റെ ഈ വിഷയത്തിലുള്ള വിലയിരുത്തൽ? പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് എന്നൊരു വിലയിരുത്തലുണ്ടോ? അനുജ, പാർട്ടിക്കുള്ളിലെ തന്നെ ചില പ്രശ്നങ്ങളാണ് ഈ ഒന്നിനു പുറകെ ഒന്നായി ശബ്ദ സന്ദേശങ്ങളും സ്ക്രീൻഷോട്ടുകളും പുറത്തു വരാൻ കാരണം എന്നുള്ളതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതല്ലെങ്കിൽ ഇത്ര വേഗത്തിൽ ഇതൊരു സംഘടിതമായ നിലയിലുള്ള ഒരു ആക്രമണം എന്ന സ്വഭാവത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വളരെ മാസങ്ങൾ നീണ്ടൊരു പ്ലാനിങ്ങിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഇപ്പോൾ രാഹുലിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഓപ്പറേഷനുകൾ. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് എന്നൊരു വിലയിരുത്തൽ ഒരു വിഭാഗത്തിനുണ്ട്. പക്ഷേ മറുവിഭാഗം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകാധിപതിയെപ്പോലെ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നതാണ്. അതിന്റെ ഭാഗമായി ഉണ്ടായതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലെ നിലയ്ക്ക് നിർത്താൻ നേതൃത്വവും തയ്യാറായില്ല. വി.ഡി. സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനാവശ്യ പിന്തുണ നൽകുന്ന നിലപാട് പല ഘട്ടത്തിലും സ്വീകരിച്ചു. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ താക്കീത് ചെയ്യുകയോ ശാസിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഇത്ര വലിയ നാണക്കേട് ഉണ്ടാകില്ലായിരുന്നു എന്നതുൾപ്പെടെയുള്ളവരും വിലയിരുത്തുന്നവരുമുണ്ട്. അതിനിടയിലാണ് MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയെ വേണ്ട എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. മുൻപും സമാനമായ നിലയിൽ തന്നെ ആരോപണങ്ങൾ പലർക്കെതിരെയും വന്നപ്പോഴും അവരാരും MLA സ്ഥാനം രാജിവെച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് M. മുകേഷ് MLAക്കെതിരെ ആരോപണം വന്നപ്പോൾ CPIM സ്വീകരിച്ച നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്. ആ നിലപാട് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ പാർട്ടിയുടെ സ്ഥാനമാനങ്ങളാണെങ്കിൽ രാജിവെക്കാമായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു ആരോപണ വിധേയനെ MLA സ്ഥാനം രാജിവെച്ചാൽ പിന്നീട് കുറ്റവിമുക്തനാണ് എന്ന് കണ്ടെത്തി തിരികെ വരികയാണെങ്കിൽ ആ MLA സ്ഥാനം തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല, നേതൃത്വം വിലയിരുത്തുന്നത് ഇപ്പോഴുണ്ടാകുന്ന ഈ കോലാഹലങ്ങളൊക്കെ പരമാവധി 2 ദിവസം മാത്രമാണ് നിലനിൽക്കാൻ പോകുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങൾ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനി കൂടുതൽ സംസാരിക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണുള്ളത്. പക്ഷേ അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ അന്വേഷിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സമിതിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷിക്കാനാണ് തീരുമാനം. എന്തുകൊണ്ടാണ് ഇത്രയധികം പരാതികൾ വന്നത്? അത് നിയമ നടപടിയിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റുള്ളവരോട് പെരുമാറിയത് എങ്ങനെയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടെ പരിശോധന നടത്താനാണ് നിലവിൽ നേതൃത്വം ഈ സമിതിയിലൂടെ ആലോചിക്കുകയും ചെയ്യുന്നത്. അനുജ, അതാണ് ഈ വിഷയത്തിലുള്ള കോൺഗ്രസിന്റെ നിലപാട്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇന്നലെ തന്നെ BJPയുടെ ഒക്കെ മുന്നറിയിപ്പുണ്ടായിരുന്നു, പാലക്കാട്ടേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല, തടയും എന്ന് പറഞ്ഞുകൊണ്ട്. MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ളതാണ് ആവശ്യം. ഇന്നും പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇന്ന് രാവിലെയും BJPയുടെ പ്രതിഷേധം ഉണ്ട്. രാവിലെ അവർ ഒരു പരസ്യ വിചാരണ എന്ന തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ക്യാമ്പയിൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇന്ന് CPIMന്റെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് അവരും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ നടക്കും. CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പരിസരത്തു നിന്നായിരിക്കും ആ മാർച്ച് നടക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ട് കാലുകുത്തിക്കില്ല എന്ന് BJP ജില്ലാ പ്രസിഡന്റ്, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ കോഴികളെയൊക്കെ എടുത്തുയർത്തിക്കൊണ്ടായിരുന്നു മഹിളാ മോർച്ചയുടെ ഒരു മാർച്ച് ഉണ്ടായിരുന്നത്. DYFIയുടെ മാർച്ചിലും കാര്യമായ രീതിയിലുള്ള സംഘർഷം പോലീസുമായി ഉണ്ടായി. MLA ഓഫീസിലേക്ക് ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ തള്ളിക്കയറാൻ വേണ്ടിയുള്ള ഒരു ശ്രമമടക്കം ഉണ്ടായി. എന്തായാലും അല്പസമയത്തിനകം തന്നെ CPIMന്റെ മാർച്ച് ആരംഭിക്കും. രാഹുൽ മാങ്കൂട്ടം എന്തായാലും ഇന്ന് പാലക്കാട്ടേക്ക് വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അദ്ദേഹത്തിന് ഇന്ന് പാലക്കാട് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പരിപാടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിൽക്കണം, താങ്കൾ പങ്കെടുക്കരുത് എന്ന് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഒരു വിലക്ക് എന്ന രൂപത്തിൽ കത്തടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി. VK ശ്രീകണ്ഠൻ MP ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് പാലക്കാട് നഗരസഭ വൈസ് ചെയർമാൻ E. കൃഷ്ണദാസ് പറയുകയുണ്ടായി. എന്തായാലും ആ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കില്ല എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ ഒരു പരിപാടിക്ക് അദ്ദേഹം വരാനുള്ള സാധ്യതയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായും ഒരു പ്രതിഷേധം, ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരും എന്നുള്ളതാണ് ശ്രീജിത്ത് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.